നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? നമ്മളെ വയനാട്ടിൽ വന്നത് കരിക്കിട്ട് നമ്മൾ പിടിക്കാൻ പോവാം. ഇവിടെ മിന്നൽകുള്ള ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ആണ് കേട്ടോ ഈ ഒരു പുഴയെന്ന് പറയുന്നത്. എല്ലാവരും ഒരു ഹായ് കൊടുത്തു. എല്ലാവരും ഹായ്. ഞങ്ങൾ ആ മൂർത്തിക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, നരസിംഹം. പെട്ടെന്ന് രാത്രിക്ക് വിളിച്ചിട്ട് പറയുക വയനാട്ടിന് പോകാമെന്ന്. അങ്ങനെ പിന്നെ എന്നെ ആലോചിക്കാനാ, പോകാന്നുള്ളതല്ലേ ഉള്ളൂ. അപ്പം നേരെ പോകാം കേസ്. ഞാൻ ഒരു ചിപ്സൊക്കെ വാങ്ങിച്ച് നേരെ വണ്ടിയുടെ ഡ്രൈവർ സീറ്റിലോട്ട് കയറിയിരുന്ന് പറപ്പിക്കാൻ പോവുകയാണ് കേസ്. ഗ്യാസിൻ്റെ ലഭ്യതക്കുറവ് കൊണ്ട് വൈകിട്ട് കഴിക്കാൻ കടകളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ തൃശ്ശൂരിലൊരു കട കണ്ടത് ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ചു. അങ്ങനെ 5 മണിയായപ്പോൾ അടിവാരത്തെത്തി. അവിടുന്ന് ഒരു ചായ കുടിച്ചിട്ട് വെട്ടം വീഴുമ്പോഴേക്കും നമുക്ക് ചുരം കയറാം എന്നായി. നിർഭാഗ്യവശാൽ വൈകിട്ട് തുറന്ന് പ്രവർത്തിക്കുന്ന കടകൾ അടയ്ക്കാൻ സമയമായിരുന്നു. എന്നാൽ പകൽ പ്രവർത്തിക്കുന്ന കടകൾ തുറന്നു തുടങ്ങിയിട്ടുമില്ലായിരുന്നു. അങ്ങനെ ഒരു കട തുറന്നു വരുന്നത് ഞങ്ങൾ കണ്ടു. ആ കടയെ ലക്ഷ്യമാക്കി ഞങ്ങൾ നടന്നു. സമയം കൃത്യം 6 മണി. ഈ സമയം അവിടെ നല്ല ചൂട് പുട്ടും കറിയും ഉണ്ടെന്ന് പറഞ്ഞു. കൂട്ടത്തിൽ 2 പേരത് വാങ്ങി കഴിച്ചു. ബാക്കിയുള്ളവർ ചായ കുടിച്ച് നേരെ പുറത്തേക്ക് ഇറങ്ങി. പുറത്തിറങ്ങിയപ്പോൾ നേരം നല്ലപോലെ വെളുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ നമുക്ക് ചുരം കയറിയാലോ എന്ന് കരുതി വണ്ടിയുമായി നേരെ ചുരം ലക്ഷ്യമാക്കി മുന്നോട്ട് പോയി. വയനാട് ചുരം ഒരു വല്ലാത്തൊരു ഭംഗിയാണ് കേട്ടോ. എത്ര വന്നാലും മടുക്കാത്ത പ്രകൃതിയും തണുപ്പൊക്കെയാണ് ഇവിടെ. ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് പയ്യെ വയനാടിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അറിയില്ലേ താമരശ്ശേരി ചുരം? നമ്മള് താമരശ്ശേരി ചുരന്ന് വയനാട് ചുരത്തിന്റെ പ്രധാന ആകർഷണമാണ് ഈ ഹെയർപിൻ വളവുകൾ. മനോഹരമാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ. ഞങ്ങൾ ഇവിടെ വരുമ്പോൾ സൂര്യൻ ഉദിച്ചിട്ടുണ്ടായിരുന്നില്ല. വല്ലാത്ത ഒരു തണുപ്പും ഭംഗിയും ഞങ്ങളെ വയനാട്ടിലേക്ക് കൂടുതൽ ആകർഷിച്ചുകൊണ്ടേയിരുന്നു. സത്യം പറഞ്ഞാൽ ഇതിലെ കാറിനല്ല പോകേണ്ടത്, ബൈക്കിനാണ് പോകേണ്ടത് കേട്ടോ. ബൈക്കിന് പോയി കഴിഞ്ഞാൽ അടിപൊളി ഒരു എന്നാ പറയുന്നത് ഒരു അനുഭവമായിരിക്കും. അത്രയ്ക്കും കിടിലമാണ് ഈ ഒരു ചുരവും ഇതുപോലത്തെ ഈ റോഡും കേട്ടോ. അടിപൊളി. എന്തായാലും വല്ലാത്തൊരു ആംബിയൻസും വല്ലാത്തൊരു ക്ലൈമറ്റും വല്ലാത്തൊരു ഫീലുമാണ് കേട്ടോ. ഇത്ര നേരമായിട്ട് സൂര്യൻ ഉദിക്കാത്തത് കൊണ്ട് തന്നെ വലിയ ചൂടില്ല, നല്ല തണുപ്പുണ്ട് കേട്ടോ. അടിപൊളി തണുപ്പും അടിപൊളി കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതും ഇവിടുത്തെ ഒരു പ്രധാന വ്യൂ പോയിന്റ് ആണ്. ഇവിടെ നിന്ന് നോക്കിയാൽ താഴെ നമ്മൾ മുമ്പേ നിന്ന ആ ഹെയർപിൻ വളവുകളും ചുരത്തിന്റെ അടിവാര കാഴ്ചകളും ഒക്കെ വളരെ ഭംഗിയായിട്ട് കാണാൻ കഴിയും.
ഞങ്ങൾ മുൻപോട്ടേക്ക് വന്നപ്പോഴാണ് വയനാട്ടിലേക്ക് വരുന്നവരെ സ്വീകരിച്ചുകൊണ്ടുള്ള കവാടം ഞങ്ങൾ കണ്ടത്. അത് മുൻകൂട്ടി അറിയാഞ്ഞതിനാൽ ഞങ്ങൾക്ക് അത് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ കവാടത്തിൻ്റെ അവിടെ വെച്ച് വണ്ടി ഞങ്ങൾ തിരിച്ച് പുറകിലേക്ക് പോയി വീണ്ടും വന്നിട്ട് അത് ഷൂട്ട് ചെയ്തു. പക്ഷേ ഞങ്ങൾ വണ്ടി വരുന്നതും തിരിച്ചു പോകുന്നതും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് പോലീസ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. തിരിച്ച് രണ്ടാമത് വരുന്ന സമയത്ത് അവരെ ഞങ്ങൾ കൈ കാണിച്ചു, ഞങ്ങളുടെ വണ്ടി ചെക്ക് ചെയ്തു. കുറച്ച് സമയം ഞങ്ങൾക്ക് അവിടെ വേസ്റ്റ് ആയിപ്പോയി. സത്യം പറഞ്ഞാൽ വയനാട് പോകാമെന്നല്ലാതെ എങ്ങോട്ട് പോകണം എന്നുള്ളൊരു പ്ലാൻ ഇല്ലായിരുന്നു. അപ്പോഴാണ് എൻ്റെ അളിയൻ്റെ കാര്യം ഓർമ്മ വന്നത്. അങ്ങനെ നേരെ അളിയനെ വിളിച്ചു. അളിയനൊന്ന് വീട്ടിലുണ്ട്, ഫ്രീ ആണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ അളിയൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇതാണ് പുൽപ്പള്ളി. വയനാട്ടിലെ പുൽപ്പള്ളി എന്ന സ്ഥലത്താണ് അളിയൻ്റെ വീട്. ഇന്ന് നമുക്ക് അങ്ങോട്ട് പോയാലോ? ഇവിടെ വന്നപ്പോൾ പ്രാർത്ഥനയ്ക്ക് എടുത്ത പന്തലിൻ്റെ സാധനങ്ങളൊക്കെ വണ്ടിയെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, ഞങ്ങൾ നേരെ കയറി ഇടപെട്ടു കേട്ടോ. നമ്മൾ അളിയൻ്റെ വീട്ടിലാണ് ഉള്ളത് കേട്ടോ. അളിയൻ്റെ വീട്ടിൽ വന്നപ്പം ചെറിയ പരിപാടി ഉണ്ടായിരുന്നു, അറ്റൻഡ് ചെയ്യുക. ഇത് അളിയൻ്റെ ചേട്ടനാണ് കേട്ടോ. ചേട്ടൻ്റെ വീട് തൊട്ട് മുകളിലാണ്. ഞങ്ങൾ അവിടെ പോയി ഒന്ന് ഫ്രഷ് ആയി കേട്ടോ. നമ്മള് വെള്ളത്തിൽ പോയി ചാടാൻ പോവാണ് കഴിച്ചു. ആരല്ലടാ, ഞാൻ പറഞ്ഞോളാം, എനിക്കറിയാൻ പറയാം. ഞാൻ ഒരു തെറ്റും ചെയ്യാത്തൊരു ശുദ്ധനായ മനുഷ്യനുണ്ട്, അറിയോ? ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യൻ ഞാൻ. നമ്മളിവിടെ കബനി നദി പോയി നമ്മൾ വെള്ളത്തിൽ ചാടാൻ പോവാണ്. അറിയാത്തോടെ എൻ്റെ തന്നെ വരുവാണെ ഞങ്ങൾ വന്നിട്ടാ വരാവളെന്ന് പറഞ്ഞു. ഇപ്പം വരുവാന്ന് പറഞ്ഞു. ഇതാ നമ്മുടെ അളിയൻ്റെ വീട് കേട്ടോ, ഈ കാണുന്നത്. ഇവിടെ എല്ലാം ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം കൃഷിയായിരുന്നു. നേരത്തെ ഇഞ്ചിയും മറ്റേ മഞ്ഞളും ഒരുപാട് കൃഷിയുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ. ഇവിടെ മുഴുവനും കൃഷിയായിരുന്നു. ഇവിടെ കല്യാണ സമയത്ത് ഇവിടെ എല്ലാം കൃഷിയായിരുന്നു. അടിപൊളിയായിരുന്നു. ഞാൻ ആ വൈബൊക്കെ ഉണ്ടായിരിക്കുന്ന രീതിയാണ് വന്നത്. പക്ഷേ ഇവിടെ എല്ലാം കൃഷിയെല്ലാം പോയി. അളിയ വണ്ടിയൊക്കെ ഇതന്നെ ഇങ്ങിരിക്കുന്നത് ആണോ? ചുമ്മാ ഇരിക്കുവാണോ? ആ, പണിയായിട്ട് അങ്ങ് നടക്കുമല്ലേ? നമ്മളാ കിണർ കയറുന്ന കിണറല്ലോ, തെങ്ങ്. നമുക്ക് ആ തെങ്ങ് കയറുന്ന വിഷയം കണ്ടു. മഴയുള്ളവൻ വരാളി ഒന്നുകൂടി വരാം. അമ്മമാരാരും കിട്ടത്തില്ല. മഴയെല്ലാം കൊണ്ടുവരാൻ പറ്റുമോ? കയറി പോകുന്നതാണ് എന്റെ കൂട്ടത്തിൽ കയറ്റി. ചേട്ടാ ഈ കമ്മിയോട് കൊണ്ടുപോകണം. ഏത് കമ്പി? ഓടാ, അത് കൊണ്ടുപോകാൻ ഒരുപാട് കയറി താഴെ പോകും. 15,000 രൂപ എങ്ങനെ വെക്കണം? അവിടെ താഴെ പോകുന്നില്ല. ഉറപ്പായിട്ട് പോകും. അതെന്നെ മേള വെട്ടണത് അല്ല ചേട്ടാ. ഇവിടെ ഇവിടെ വെട്ടുന്നത് ഇവിടെ വെട്ടുന്നത്. മേള വെട്ടുന്നത് അളിയ എവിടെ കളിയാ വെട്ടുന്നത്?
എടാ ഇതുകൊണ്ട് ഇവന്മാര് പറഞ്ഞ എനിക്കിത് വെട്ടി എടുക്കാൻ അറിയില്ല. നമ്മളിപ്പോ വെട്ടി മേലല്ലേ വിട്ടുന്നത്. കൈ പിടിച്ച് അങ്ങനല്ല ഇങ്ങനെ വെട്ടാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ കൈ വന്ന് വെട്ടുന്നതാണ്. അല്ലല്ല ചേട്ടാ മുമ്പ് എന്നോട് പറഞ്ഞാൽ കല്ലടാ കൈ. ഇവന്മാര് പറഞ്ഞ എനിക്ക് വെട്ടാൻ അറിയില്ല. ഇപ്പൊ കാണിച്ചു മാറി കാണും. വെള്ളം അതിനകത്ത് പോയല്ലേ എനിക്ക് താങ്ങാൻ പറ്റിയത്. അങ്ങനെ പോത്തടാ. 3 എണ്ണം വെട്ടാൻ ഇവിടെ കയ്യിൽ പിടിച്ചോണ്ടിരിക്കുക. അത് വേണേ കോരി തിന്നാനേ. കോരി തിന്നാൻ ഒരു സാധനമാണോ? പിന്നെ ഒരു വൃത്തിയായിട്ട പരിപാടി ഇത് കാണിക്കുന്നത്. ആ വെടല വെട്ടി സാധനം എടുത്തോളൂ. നമുക്ക് ഇതുമായിട്ട് വെച്ച് അത് നോക്ക്. അല്ല വെള്ളം കുടിച്ചേ. ആർക്കാ വേണ്ടേ? കോരി തിന്നാൻ എന്നാ കൊച്ചേരും കൊടുക്ക്. അയ്യോ നമ്മള് വയനാട്ടിൽ വന്നത് കരിക്കിട്ട് നമ്മൾ പിടിക്കാൻ പോവാം. ഇത് കുടിക്കുന്ന വെച്ചിട്ട് ടാസ്ക് പരിപാടി ഉണ്ടോ? അത് കൊള്ളാം ബ്രോ. നല്ല ഡയലോഗ് ആയിരുന്നു. അതവന്റെ സ്വന്തം. ഞാനില്ല. അത് ഭയങ്കര രസമുണ്ടാ. നമുക്ക് നൈറ്റ് കേട്ടോ. ബ്രോ ഇത് ഓരോ സൂപ്പറാ കേട്ടോ. വെട്ടി അങ്ങോട്ട് പോകണം. ഈ അളിയന്റെ കൊടു ഭയങ്കര ഇതുണ്ട് കേട്ടോ. റെഡി റെഡി. നല്ല ഗ്യാസാണ്. അവൻ കട്ട് ചെയ്തോളും. എടാ സൂപ്പർ സാധനം വരുന്നുണ്ടോ ഇപ്പൊ ഈ സമയത്ത് കുടിക്കാൻ അടിപൊളിയായിരുന്നു അല്ല? ഓക്കെ ബ്രോ ടേസ്റ്റ് അങ്ങ് പറ. സൂപ്പറാന്ന് പറ. എടാ കൈയിടാന്ന് ഞാൻ ശരിയാക്കട്ടെന്ന്. ഇവനല്ലേ അവന്റെ ഇങ്ങോട്ട് നിക്കടാ. ഇങ്ങോട്ട് നിക്ക്. ഇവനെ കൂടെ ഇങ്ങോട്ട് കിട്ടണം. നീങ്ങി. ആ അങ്ങനെയാണ് കറക്റ്റായിട്ട്. നമ്മളതേ സ്ട്രേഞ്ചർ തിങ്സ്. ഞാനൊന്നും ഇല്ല പോടാ. ഞാൻ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലേ ഉള്ളു. എടാ നല്ല ആണോ കാണാൻ? ആ എടുക്ക്. റെക്കോർഡിംഗ് ആണ്. റെക്കോർഡിംഗ് അന്നേരം കുഴപ്പമില്ല. റെക്കോർഡിംഗ് ആണ്. പറ പറ. എടാ നീ എന്തെങ്കിലും പറ. ഞാൻ പറയാം. ആ റെക്കോർഡിംഗ് ആണ്. സൂപ്പർ സാധനം. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? അത് അപ്പൊ ഇവിടെ ചെയ്യാൻ പോകുന്നത് തിരിക്കല്ലേ. പക്ഷെ തേങ്ങ ആയിരുന്നടാ. എടാ ഞാൻ ഇത് ഇടണം കേട്ടോ. ആക്ച്വലി ഇത് കൊള്ളാം. ഫണ്ണായിരിക്കും. ആ ചേട്ടനെ കൂടെ ഇല്ലേ തെങ്ങക്കറിയ പുള്ളിനെ ചുമ്മാ ഇത് അത് ഞാൻ എടുക്കാം. എടാ വാക്കത്തിൻ്റെ ഒരു കരിക്കൂർ തരാം കേട്ടോ. നമുക്ക് തേങ്ങ ഇട്ട് തന്നെ സനലെന്ന് പറഞ്ഞ ചേട്ടനാ കേട്ടോ. നമുക്ക് തേങ്ങ കിട്ടും. അവിടെ നിൽക്കി ഓടിപ്പോതെ. നമ്മളെ യൂട്യൂബ് ചാനലിലെ വീഡിയോ എന്തെങ്കിലും പറയുന്നു. ഇവിടെ ദൂരം തേങ്ങ ഇടുന്ന ആളാ ചേട്ടല്ലേ? നമ്മളെ വിളിച്ച അന്നേരം തന്നെ വന്ന് ചേട്ടൻ സെറ്റ് ചെയ്തു. ചേട്ടനോട് വേറെ പേരുണ്ടെന്ന് സ്നേഹത്തോടെ വിളിക്കാൻ. നമ്മൾ വിളിച്ച അന്നേരം തന്നെ പുള്ളിക്കാരൻ ഓടി വന്നു കേട്ടോ. ഈ കാണുന്ന തെങ്ങിന്റെ മുകളിൽ കയറി ഇപ്പൊ തേങ്ങ കിട്ടുന്ന നമ്മുടെ അളിയാണ് ഇവൻ പെട്ടുന്നത്. അളിയാ വിട്ടളിയാ. അളിയനൊക്കെ ഡെയിലി തേങ്ങ വെട്ടുന്നതാണോ അവര്? ആ പക്ഷെ മൂർച്ച വേണോ അല്ലേ? സ്പൂൺ ആ വായിലിട്ട് ഇവിടെ മൂർച്ചയാണ്. എന്നിട്ട് എന്താന്ന് വേണ്ട കാര്യമില്ല. അളിയൻ കൊള്ളാം. അളിയൻ കറക്റ്റ് വെട്ടാ. എത്ര അതെ 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 അതെ. അളിയൻ കൊള്ളാം. ആണ്ട്രാ ആർക്കെങ്കിലും വേണോ? നമ്മള് വെള്ളത്തിൽ ചാടാൻ വേണ്ടി പോവാം. വെള്ളത്തിൽ ചാടാൻ പുഴയില് കേട്ടോ. ഇപ്പം പിന്നെ കബനി നദിക്ക് അത് കുളിക്കാൻ വേണ്ടി പോവാ കേട്ടല്ലോ. നല്ല ചൂടാണേ. നല്ല ചൂടത്ത് നമ്മൾ നല്ല തണുത്ത വെള്ളത്തിനകത്ത് പോയി കുളിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ മിന്നൽമുള്ളിൽ ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണ് കേട്ടോ ഈ ഒരു പുഴയെന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ഥലം എന്നാ വൈബാണെന്ന് അറിയാം. നമ്മളെ ഒരു പാലക്കാടൊക്കെ തന്നെ ഒരു വൈബാണേ. നമ്മളെ
സിനിമകളൊക്കെ ഒത്തിരി സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലമാണ് കേട്ടോ. ഭയങ്കര ആംബിയൻസ് അല്ലേ, വണ്ടി കിടക്കും നോക്കിയാൽ നമ്മുടെ ഭയങ്കര രസം കേട്ടോ. അതിനേക്കാളും കിടില ഒരു പുഴയും. നമുക്ക് പുഴയിലൊക്കെ ഇറങ്ങി അടിപൊളിച്ച് ഇന്ന് അർമാദിക്കാൻ കേസ്. ഇന്ന് നമ്മുടെ വ്ലോഗ് മില്യൻ അടിക്കണം. എൻ്റെ അളി ഇത് വൻ പൊളിയാണല്ലോ. ഇതിന് ആരോ ഉണ്ടോ അളിയാ? ആണോ? ആണോ? പിന്നെ അങ്ങോട്ട് പോകാൻ പറഞ്ഞേ. അങ്ങോട്ട് പിന്നെ എന്തിനാ പോന്നേ? ഇതെല്ലാം ഇവിടെ വെച്ചോട്ടെ. അങ്ങനെ തെന്നി വീണ ഇതെല്ലാം കൂടി വെള്ളത്തിൽ അമ്പളാ. എന്നാ തണുപ്പാളിയാ. എടാ എന്നാ തണുപ്പാ അല്ലേ? പൊളി. ആരളിയാ? ഞങ്ങളിവിടെ പൊളിച്ചിട്ടൊക്കെ പോത്തുള്ളൂ. അടിപൊളി അടിപൊളി പൊളിയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. തണുത്ത വെള്ളമാ, തണുത്ത വെള്ളം. അളിയും പറ. ഒന്നാമത്തെ പുഴയാണ് കബനിപ്പുഴ. നമുക്ക് പഠിക്കാനുള്ള 3 പുഴയിൽ 1 പുഴയാണ് കബനിപ്പുഴ. എങ്ങോട്ട് ഒഴുക്ക്? ഇങ്ങോട്ടല്ലേ? തിരിച്ചൊഴുകുക അല്ലേ? തിരിച്ചൊഴുകുക. അങ്ങോട്ടൊന്നും പോകണം, അവിടെ കുളിക്കാൻ നമുക്ക്. ആ ഇവിടെ ആണല്ലേ? ഇതെന്നാ ആംബിയൻസ് ഉള്ളത്? ഇങ്ങോട്ടിറങ്ങ്. ഇവിടെ കുളിക്കത്തില്ല. ഭയങ്കര വഴിവഴിപ്പാണല്ലോ. കുഴിയുണ്ടോടാ? ആടിത്തീരത്താടും കാരിക്കാറ്റായി ഞങ്ങൾ ആ മൂർത്തിക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, നരസിംഹം. ഞങ്ങളിങ്ങനെ കുളിച്ചിട്ടൊക്കെ വരുമായിരുന്നു കേട്ടോ. കുളിച്ചിട്ടൊക്കെ വരുമ്പോൾ ഞങ്ങൾ ചന്ദനമരം കണ്ടു. ചന്ദനമരം പറ്റിച്ച് 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 പറ്റിച്ച്. എല്ലാവരും ഒരു ഹായ് കൊടുത്തു. എല്ലാവരും ഹായ്. നിങ്ങളൊക്കെ പേരെന്നാ? നിങ്ങളുടെ പേരെന്താ? അപ്പോൾ നമ്മളിവിടുത്തെ കുളിയും പരിപാടിയെല്ലാം കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അവിടെ നേരെ പോയി കഴിക്കണം, അത്യാവശ്യമായിട്ട് പോയി കഴിക്കണം. നമ്മളിപ്പോൾ കാട് കാണാൻ വേണ്ടി പോവാണ് കഴിച്ചു. നമ്മളിപ്പോൾ എന്താണ്ടേ നല്ല കിടിലൻ ഫോറസ്റ്റ് കാണാൻ വേണ്ടി പോവാണ്. നമ്മൾ വയനാട്ടിലെ നല്ല കിടിലൻ ഫോറസ്റ്റിലോട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പുഴയിലെ കുളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ വേണ്ടേ തണുപ്പിച്ച് ദേഹം ഫുള്ള് തണുപ്പിച്ചിട്ട് നമ്മൾ കൊടും ഫോറസ്റ്റിലേക്ക് കയറുകയാണ്. ഈ വീഡിയോ എന്തായാലും അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ കാട്ടിനുള്ളിലെ കുറേ കിടിലൻ കാഴ്ചകളും പരിപാടികളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടണം കേട്ടോ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്തായാലും അടിപൊളി കിടിലൻ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുപോലെ എല്ലാവർക്കും ബൈ.